നിലവിൽ HMPVയുമായി ബന്ധപ്പെട്ട് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ഒരു വാക്സിൻ അങ്ങനെയല്ല, അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളത്. അതോടൊപ്പം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആ ജലദോഷത്തിനുള്ളത് അതല്ല, എന്തൊക്കെയാണ് ലക്ഷണം അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനുള്ളത്. അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചില രാജ്യങ്ങളിൽ നല്ല രീതിയിൽ റൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ കേരളീയർ, നല്ല രീതിയിൽ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. അത് ആരൊക്കെ ധരിക്കണം? പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഏത് രോഗത്തെയും ഇങ്ങനെയുള്ള പകർച്ച പനികളെയൊക്കെ തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേരളം എന്ത് മുൻകരുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ടുള്ളൊരു പുതിയ സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ചൊരു ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സിവിയറിറ്റി സംബന്ധിച്ചും ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇല്ല. അതുകൊണ്ട് നിലവിൽ കേരളം ചെയ്യുന്നത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്റ്റേറ്റിൽ എത്രയുണ്ട്, അത് വർദ്ധിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും നിലവിലില്ല. പിന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉയരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് പനി വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ നിരീക്ഷിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല. കാരണം അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക വേണ്ട. പക്ഷേ ജാഗ്രത, ഈ കുറേയേറെ ആളുകൾ മാസ്ക് ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നല്ല കാര്യമാണ്. ഗർഭിണികളും പ്രായമുള്ളവരും രോഗമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്നുകൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഉണ്ട്. കേരളത്തിൽ നേരത്തെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, മാസ്ക് ധരിക്കണമെന്നുള്ളത് ഉൾപ്പെടെ. എന്നാൽ ആശങ്കയുടെ ഒരു സാഹചര്യവും ഇല്ല എന്നതാണ് HMPVയുടെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്.